സഭാചരിത്രം പഠിപ്പിക്കുന്ന ഒരു അധ്യാപനാണ്. അതുകൊണ്ട് അദനേഷ്യസ് എന്ന് പറയുന്ന ഒരു ഭക്തനായ മനുഷ്യനെ കുറിച്ച് 4-ാം നൂറ്റാണ്ടില് അറിയൂസ് എന്ന് പറയുന്ന വേദവീരീതി യേശുക്രിസ്തു ദൈവത്തോട് സമനല്ല എന്ന് പഠിപ്പിച്ചപ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്നുള്ള കാര്യത്തില് വളരെ ഊന്നൽ കൊടുത്ത് അതിനുവേണ്ടി വാദിച്ച ഒരു മനുഷ്യനാണ് അദനേഷ്യസ്. അദനേഷ്യസിനോട് ഒരിക്കല് തന്റെ സ്നേഹിതന്മാര് പറഞ്ഞു, അദനേഷ്യസേ, ലോകം മുഴുവനും നിനക്ക് എതിരാണ്. ദൈവത്തിന് സ്തോത്രം. അതെ, സത്യത്തിന് വേണ്ടി നിന്നപ്പോൾ യേശു ദൈവമാണെന്ന് താന് സ്ഥാപിക്കാൻ ശ്രമിച്ചു. ആദ്യമൊക്കെ ചക്രവർത്തി അനുകൂലമായിട്ട് തീരുമാനം എടുത്തു. കുറച്ചു കഴിഞ്ഞപ്പം ചക്രവർത്തിക്ക് തോന്നി ദൈവത്തിന് അറിയൂസാണ് നല്ലത്, അറിയൂസിന്റെ പക്ഷം തിരിഞ്ഞു. അപ്പം ചക്രവർത്തി ആ പക്ഷം ഈ പക്ഷമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തിരിഞ്ഞു. പക്ഷെ അദനേഷ്യസിന് ഒരു ചഞ്ചലം ഉണ്ടായിരുന്നില്ല. അദനേഷ്യസ് തന്റെ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ താന് യേശു ദൈവപുത്രനാണ്, ദൈവമാണെന്ന് സ്ഥാപിച്ചുകൊണ്ട് വന്നു. അതിനുവേണ്ടി താന് 5 പ്രാവശ്യത്തോളം നാട് കടത്തപ്പെട്ടു. അപ്പോൾ ഒരിക്കൽ തന്റെ സ്നേഹിതരാണ് പറഞ്ഞത്, അദനേഷ്യസെ, ലോകം മുഴുവൻ നിനക്ക് എതിരാണ്. അപ്പോൾ അദനേഷ്യസ് അതിന് പറഞ്ഞ മറുപടി, അതെ, ഞാൻ ലോകത്തിന് എതിരാണ്. ലോകം നമുക്കെതിരായതാണോ? അല്ല, നമ്മൾ ലോകത്തിനെതിരായി നീങ്ങിയതാണ്. എല്ലാരും പിന്തുടരുന്ന കാര്യം പിന്തുടർന്നുകൊണ്ടിരുന്നാല് നമുക്ക് ഒരു കുഴപ്പവും വരത്തില്ല. എല്ലാരും പിന്തുടരുന്ന കാര്യമാണ് നമ്മളും ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പവും നമുക്ക് വരത്തില്ല. പക്ഷെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി ചില തീരുമാനങ്ങൾ എടുത്തു, വിശ്വാസ ജീവിതത്തിലേക്ക് ഇറങ്ങി. പലതിനെയും വേദപുസ്തക അടിസ്ഥാനത്തിൽ ശരിയല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അത് വിട്ട് വേദപുസ്തക സത്യത്തിനനുസരിച്ച് നമ്മുടെ ചൂടുകൾ വെക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വന്നു. അത് കർത്താവിന്റെ നാമനിമിത്തം നാം സഹിക്കുന്ന കഷ്ടങ്ങളാണ്.